പോവാം. നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം. നെഗറ്റീവായിട്ട് പറയുകയല്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്നേഹം തരാത്ത വ്യക്തിക്ക് വേണ്ടി ഇത് കണ്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവണമെങ്കിൽ കാണാം. പ്രണയം സത്യമാണെങ്കിൽ മാത്രം ടാരോ റീഡിങ് കാണുക. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അകന്നതായിരിക്കാം, സാഹചര്യമായിരിക്കാം നിങ്ങളെ അകറ്റിയിട്ടുണ്ടാവുക. അതെല്ലാം മാറി നിങ്ങൾക്ക് ഒന്നാവാനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മാത്രം നിങ്ങളുടെ പങ്കാളിയുടെ മുഖമോ അല്ലെങ്കിൽ പേരോ ഒക്കെ മനസ്സിലോർത്ത് മാത്രം ഇത് കാണുക. ഇനി ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും ഒന്ന് താഴെ കമൻറ്റായി ഇടുക. ഇവിടുത്തെ പോസിറ്റീവ് എനർജി പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചില ആളുകളൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ കുറച്ച് പേരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ പ്രാർത്ഥന ചിലരിലെങ്കിലും എത്തുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഇനി പറയാനുള്ളത്, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ ലവ് ആവാം, മറ്റ് പ്രശ്നങ്ങളാവാം, പരിഹാരങ്ങൾ, പൂജകൾ, ലവ് സ്പെൽ, ഇനി നിങ്ങളുടെ ബർത്ത് സ്റ്റോൺ എന്താണെങ്കിൽ അത് എല്ലാം പറഞ്ഞു തരും. നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് ഒരുപാട് പേരുടെ കാര്യങ്ങളാണ്. നിങ്ങളുടെ മാത്രം കാര്യമാവണമെന്നില്ല. ആണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വിട്ടേക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ, പരിഹാരങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ, ലവ് സ്പെൽ ഇതൊക്കെ അറിയാൻ വേണ്ടി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ ഫ്രീ അല്ല, പേയ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഒറാക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡെവിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാറ്റിവെച്ച മറ്റൊരു സെറ്റിൽ നിന്ന് ഡെവിൾ തന്നെ വരും. കാരണം അത് കേൾക്കാനുള്ള ആരും ഉണ്ട് ഇവിടെ. 5 സോഡ്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്നില്ല. ഇനി ഓർമ്മകളുടെ 6 കപ്പ് വന്നു. 5 സോഡ്സ് യുദ്ധത്തിൻ്റെ, വഴക്കിൻ്റെ. ലവ് കാർഡ് വന്നു. പ്രണയമൊക്കെ ഉണ്ട്. ടവർ വന്നു. എൻഡായിട്ടുണ്ട്. എംപ്രസ് വന്നു. മനസ്സിലൊരു സിംഹാസനം മാറ്റി വെച്ചിട്ടുണ്ട്. യെസ് എന്ന കാർഡാണ്. ലവ് കാർഡിൻ്റെ തന്നെ മറ്റൊരു കാർഡാണ്. അപ്പോൾ 2 ലവ് കാർഡ് വന്നു. ഇവിടെ ഇറോസും സൈക്കുമാണ്. ഇനി സജിറ്റേറിയസിൻ്റെ എസ് വന്നു. ധനുമാസം. കിങ് പെൻറ്റക്കൾ വന്നു. 7 കപ്പും വന്നു. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് കാർഡുകൾ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 വിഭാഗം ആളുകൾ ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പൂരൂരുട്ടാതി, പൂയം, അനിഴം, ഊത്രട്ടാതി ഇതൊക്കെയാണ് ഇവിടെ നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. 15 വന്നു, 5 വന്നു, 7 വന്നു, 6 2 തവണ വന്നു, 3 വന്നു, 16 വന്നു. ഇതൊക്കെയാണ് നമ്പറുകൾ. നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ നമ്പറുകൾക്കെന്ന് നോക്കുക. എൻ്റെ റീഡിംഗ് കാണുന്നത് 500 പേരായി കുറഞ്ഞാലും വേണ്ടില്ല. ഇവിടെ കിട്ടുന്ന കാർഡിൻ്റെ വിപരീതം എനിക്ക് പറയാൻ കഴിയില്ല. ആദ്യം വന്നിരിക്കുന്നത് ഡെവിളാണ്. അതിൻ്റെ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇത്തിരി നെഗറ്റീവ് ക്യാരക്ടറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അൺഹെൽത്തി ഹാബിറ്റ്സ്, ഒബ്സഷൻ, ഇത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. അനാരോഗ്യകരമായ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ദുസ്വഭാവങ്ങൾ. ഇനി ആസക്തി, ഇത് രണ്ടുമാണ് ആദ്യം പറയുന്ന മെസ്സേജ്. ഇൻറ്റൻസ് പാഷൻ ആൻഡ് ലസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമിതമായ അഭിനിവേശം, ഭ്രാന്തമായ അഭിനിവേശവും കാമവും, ആസക്തികൾ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പവർഫുൾ ഫിസിക്കൽ അട്രാക്ഷൻ, ഇല്യൂഷൻ, ഇതൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കൊന്നും പിടികിട്ടാതിരിക്കില്ല, ചില ആളുകൾക്ക് അറിയും. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളോടുള്ളത് തീവ്രമായ സെക്ഷൽ താല്പര്യമാണെന്നാണ്. ഇവിടെ സ്നേഹം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ കാർഡ് തരുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി മതിഭ്രമം പറയുന്നുണ്ട്, ഭാവന, അതുണ്ട്. നെഗറ്റീവായ ചിന്തകളായിരിക്കാം. നിങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അഭിനിവേശവും കാമവും മാത്രം പോരാ, അതുകൊണ്ട് നമുക്ക് സ്നേഹം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി മറ്റ് പങ്കാളികളോടും നല്ല താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. ഇവിടെ സ്നേഹം എന്നുള്ളത് വികലമാക്കപ്പെട്ട ഒരാളെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയെ വികലമാക്കപ്പെട്ട സ്നേഹവുമായിട്ട് ഒരാൾ സമീപിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ പോസിറ്റീവ് മെസ്സേജാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം എല്ലാ രീതിയിലും.
അത് ഒരു അനാരോഗ്യകരമായ പ്രണയമായിരിക്കാം, ബന്ധമായിരിക്കാം. പ്രണയം എന്ന് ഞാൻ പറയുന്നില്ല. അത്തരം ഒരു ബന്ധത്തിലാവാം ഈ വ്യക്തി കഴിഞ്ഞുകൂടുന്നുണ്ടാവുക. ഡെവിൾ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു മെസ്സേജ് നിങ്ങൾ കേട്ടില്ലല്ലോ. ഇതൊക്കെയാണ് അതിൻ്റെ മെസ്സേജുകൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ആ കാർഡ് വന്നാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില കാർഡുകൾ വന്നാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ എല്ലാവരും പറയുന്നത് പോലെ ഡെവിളിനെ കണ്ടാലും 10 വാണ്ട് കണ്ടാലും മൂൺ കണ്ടാലും ഒക്കെ പറയുകയാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഓൾ റൈറ്റ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നിങ്ങളെ തന്നെ കാത്തിരിക്കുകയാണ്, ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊന്നുമല്ല സത്യം. ഇവിടെ പറയുന്നത് നിങ്ങളുടെ പങ്കാളി ആരോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ളത് ലസ്റ്റാണ്, ലവല്ല, കാമം മാത്രമാണ്. അത് പ്രണയമായിട്ട് നമ്മൾ കൂട്ടാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സജിറ്റേറിയസും ലവ് കാർഡും 2 തവണ വന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ വ്യക്തിയെ ആയിരിക്കാം മറ്റൊരാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളോടായിരിക്കാം അവർക്ക് യഥാർത്ഥത്തിൽ പ്രണയം. അപ്പോൾ അവർക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ യാന്ത്രികമായ ജീവിതമൊക്കെ അവർ നയിക്കുന്നുണ്ടാവാം. അതൊരു അനാരോഗ്യകരമായ ബന്ധമായിരിക്കാം. പങ്കാളിയോട് അത്ര അട്രാക്ഷൻ ഇല്ല, ഉള്ളത് ഒരു ഫിസിക്കൽ ബന്ധം മാത്രമായിരിക്കാം. അതിൽ കുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അത് ആ വ്യക്തിക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ബന്ധമായിരിക്കില്ല. ആ വ്യക്തിയും മറ്റേ ആളുമായിട്ട് മാനസികമായിട്ട് ഐക്യം ഉണ്ടാവില്ല. വീട്ടുകാരുടെയൊക്കെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചവരുടെ മിക്കവരുടെയും കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ പറയും ബാഹ്യമായിട്ട് ഇല്ല ഞങ്ങൾ നല്ല സ്നേഹത്തിലാണെന്ന് പറയുകയായിരിക്കും. അത് കള്ളത്തരാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ധാരാളം ദമ്പതികളുണ്ട്. അപ്പോൾ വിവാഹ ഇതര ബന്ധങ്ങളെ എതിർക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ഏത് ഭാഗത്തും അല്ല കേട്ടോ. നല്ലൊരു പ്രണയമാണെങ്കിൽ അത് ഏത് ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിലും അത് നല്ലതാണ്. മറ്റൊരു കുടുംബത്തിനെ നശിപ്പിക്കാനും മറ്റൊരു പങ്കാളിയെ കൊല്ലാനും മെനക്കെടുന്നതൊക്കെ ഭ്രാന്തമായ പ്രണയമാണ്, മതിഭ്രമങ്ങളാണത്. അത് പാടില്ല. ഇവിടെ ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. മിസ്യൂസ് ചെയ്യുക, വെറുതെ ഒരു ഫിസിക്കൽ ബന്ധത്തിന് വേണ്ടി ഒരു ബന്ധം, അതൊക്കെയാണ്. ഇനി മദ്യപിക്കുക, പുകവലിക്കുക പോലുള്ള സ്വഭാവം നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകാം. എന്നാൽ യഥാർത്ഥ പ്രണയം വരുന്നത് ലവ് കാർഡിലാണ്. അവിടെ വരുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു എംപ്രസ് ആണെന്ന് പറയുന്നുണ്ട്. എംപ്രസ് വന്നിട്ടുണ്ട്, 5 സൂട്ട്സ് വന്നിട്ടുണ്ട്, ഓപ്ഷനുകളുണ്ട് ഈ വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് മെസ്സേജിൽ നമുക്കത് പറയാൻ പറ്റില്ല, ഓപ്ഷൻ ഉണ്ടെന്ന്. അതിന് പകരം നമ്മൾ മറ്റൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഈ 5 സൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പങ്കാളി നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അവരുമായി ചിലപ്പോൾ ആർഗ്യൂ ഉണ്ടാവുന്നുണ്ടാവും. അതിനു വേണ്ടിയാണ് അത് വരുന്നത്. ടവർ എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധത്തിൽ അടിത്തറ ഇല്ല എന്നാണ്. നിങ്ങളുടെ ബന്ധം അടിത്തറ ഉള്ളതാണ്. അതാണ് ലവ് കാർഡ്, സജിറ്റേറിയസ്, സൈക്കും ഇറോസും ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിത്തറ ഉള്ള ബന്ധം ഇപ്പുറത്തായിരിക്കാം. അപ്പുറത്തുള്ളത് അത്ര അങ്ങ് ഓക്കെ അല്ലാത്ത ബന്ധമായിരിക്കാം. ഇനി വന്നിരിക്കുന്നത് 6 കപ്പാണ്. നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇനി വന്നിരിക്കുന്നത് 7 കപ്പാണ്. ഒരു പക്ഷേ ഈ വ്യക്തിക്ക് അവരുടെ പങ്കാളിയുമായി നിയമപ്രകാരം വേർപിരിയണമെന്ന് മനസ്സുകൊണ്ടെങ്കിലും ചിന്ത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് കിങ് പെൻഡക്കളാണ്. അത് അവരുടെ ഭാവന മാത്രമാണ്. നിങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് യഥാർത്ഥ പ്രണയം. നിങ്ങളാണ് മീനം രാശി, നിങ്ങളാണ് സോൾമേറ്റുകൾ, നിങ്ങളാണ് സജിറ്റേറിയസ് എന്ന് വെച്ചാൽ വസന്തം, പ്രണയത്തിൻ്റെ സ്വപ്ന ലോകം, ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഭാവി പങ്കിടാൻ കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുക, സ്വപ്നം കാണാം. അതിനെയാണ് നമ്മൾ മതിഭ്രമം എന്ന് പറഞ്ഞത്, ഇല്യൂഷൻ. നമ്മൾക്ക് സംഭവിക്കാത്ത കാര്യത്തിന് നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ മറ്റൊരു ലോകത്തിനെ കുറിച്ച് സങ്കല്പിക്കുക. ഇതൊക്കെ മായക്കാഴ്ചകൾ തന്നെയല്ലേ, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ. അതൊക്കെ അവർക്കുണ്ട്. അത് നിങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കവി പാടിയതുപോലെ കഥനത്തിൻ ഭസ്മച്ചിതയില്ലെങ്കിൽ കൺകളിൽ പുഷ്പങ്ങൾ വിടരുകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഥനത്തിൻ്റെ ഭസ്മച്ചിതയാണ് ഇവിടെ ടവറിൽ നിൽക്കുന്നത്. ചാരം, കനൽ പോലും ഇല്ല, ചാരമായി. അത് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കാം, അടിത്തറ ഇല്ലാത്ത സ്വപ്നങ്ങൾ. അതാണ് ഈ വരികൾ ഞാൻ എടുത്തു പറയാൻ കാരണം. അങ്ങനെ ഒരു ദുഃഖം നമ്മളെ അലിയിക്കുന്നതില്ലെങ്കിൽ നമ്മൾ കരയില്ല. നമ്മളെ കണ്ണുനീരണിയിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിൽ അവർ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു സാഹചര്യത്തിന് അതിന് കഴിയും. ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ എല്ലാവരും കരയും. നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ എല്ലാവരും കരയും. നമ്മുടെ ഈ അടുത്ത് ഒരു ചിമ്പാൻസി കുട്ടിയുടെ കാര്യം
കേട്ടിരുന്നു അല്ലേ? ചൈനയിൽ അവനെ അമ്മ അങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്, കുരങ്ങൻകുട്ടിയെ. അവസാനം അതിന് ഒരു പാവക്കുട്ടിയെ വാങ്ങിക്കൊടുത്തു. അതിലിങ്ങനെ തലവെച്ച് കിടന്നുറങ്ങുക, അതിനെ എപ്പോഴും കൊണ്ട് നടക്കുക. എല്ലാവരുടെ ഹൃദയവും അലിയിച്ചൊരു കഥയാണത്. സങ്കടം കൊണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടോ. അതുപോലെയാണ്, എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യം മതി നമ്മുടെ കണ്ണ് നിറയും. അതല്ല പ്രണയത്തിലെ കണ്ണ് നിറയൽ. നമുക്കൊരു വ്യക്തിയോട് ആഴത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കണ്ണ് നിറയുള്ളൂ. നിങ്ങൾ കരയാൻ വേണ്ടി ജനിച്ചവരാണെങ്കിൽ, ആവശ്യമില്ലാതെ കരയുന്നവരാണെങ്കിൽ അവരുടെ കരച്ചിലല്ല ഞാനിവിടെ പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ വോയിസ് മെസ്സേജൊക്കെ അയക്കുമ്പോൾ കരയും അനാവശ്യമായിട്ട്. വേറെ ഏതെങ്കിലും ഒരു കുടുംബനാഥൻ എന്തെങ്കിലും വന്ന് ഇവരുമായി ഒന്ന് ഫിസിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാവും. അത് പട്ടികളും നായ്ക്കളൊക്കെ ഇല്ലേ കന്നിമാസത്തിൽ, ഏത് പട്ടിയെ കണ്ടാലും ഒരു നായ പോയിട്ട് ഇണചേരും. അത്രയേ ഉള്ളൂ ആ ബന്ധത്തിനൊക്കെ അർത്ഥം. അപ്പം ഞാൻ നിങ്ങളെ വില കുറച്ച് കാണിക്കൊന്നുമല്ല. എല്ലാ ബന്ധങ്ങളും അങ്ങ് തീവ്രമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ കിരീടം വെച്ചതുപോലെ ചില ആൾക്കാർ പറയണ്ട ഞങ്ങൾ ഫിസിക്കൽ ബന്ധമുണ്ടെന്ന്. അതാണ് അതിൻ്റെ ഒരു വിവരണമാണ് ഞാൻ നേരത്തെ കൊടുത്തത്. ഫിസിക്കൽ ബന്ധം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഡെവിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത് പ്രണയമല്ല, കാമം മാത്രമാണ്. അത് ആർക്കും ആരോടും കഴിയുന്ന ഒരു എക്സസൈസാണ്, വ്യായാമം. അതും മനസ്സും തമ്മിൽ തൊടുന്നില്ല. മനസ്സ് തൊടണമെങ്കിൽ അതിന് പ്രണയം എന്ന പേരാണ്. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ അതിനെ ഒന്ന് റിവൈൻഡ് ചെയ്ത് അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് തൊടുന്ന ആ ഒരു ഫീലിംഗ് ആണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ നിങ്ങൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതാണോ നിങ്ങൾ പ്രേമമെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്ന് നിങ്ങൾ ഈ രണ്ട് നെല്ലും പതിരും വേർതിരിച്ചറിയുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാർഡ് എടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് വരും, ഓൾറൈറ്റ് അല്ലേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇതൊക്കെയാണ് നിങ്ങൾ കേട്ട് പരിചയമാവുന്നത്. ആണോ? അതൊന്നും പ്രണയമല്ല. കഥനത്തിൻ ഭസ്മചിത ഉള്ളിൽ സൂക്ഷിച്ചിട്ട് കൺകളിൽ പുഷ്പങ്ങൾ വിരിയുന്നവരാണോ നിങ്ങൾ? മനസ്സിലാക്കുക. ആ കഥനത്തിൻ്റെ ഭസ്മചിതയ്ക്കിടുന്ന പേരാണ് പ്രണയം എന്ന്. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കില്ല അവരുമായിട്ട് ഫിസിക്കൽ ബന്ധം വേണമെന്ന്, ആഗ്രഹിക്കുകയില്ല. എപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് കണ്ണു വന്നോ, അത് ആവശ്യപ്പെടാൻ തുടങ്ങിയോ, അപ്പം തന്നെ നിങ്ങൾ കണക്കാക്കിക്കൊള്ളുക നിങ്ങളോട് അവർക്കുള്ളത് തീവ്രമായ സെക്ഷൽ അട്രാക്ഷൻ മാത്രമാണ്, പവർഫുൾ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ്. അതിൽ ഒട്ടും തന്നെ പ്രണയമില്ലെന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഡെവിൾ വന്നിരിക്കുന്നത്. ഞാൻ തന്നെ പറയാണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചത് കാണുമെന്ന്. പക്ഷെ എല്ലാവരും സത്യസന്ധമായിട്ട് പ്രണയിക്കുന്നവരാണോ? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക കേട്ടോ. ഇനി അടുത്ത കാർഡിലേക്ക് പോവാം. 6 കപ്പാണ്. ഓർമ്മകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി മറ്റൊന്ന് പറയുന്നുണ്ട്, എന്തോ ഒരു അശ്രദ്ധ കാരണം പ്രണയം നഷ്ടപ്പെട്ടവരാണ്. സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. മുന്നിലൊരു വസന്തം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ശിവപാർവതിമാരുടെ ടിൻ ഫ്ലെയിം പ്രേമമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് സൈക്കും എറോസുമാണ് വന്നിരിക്കുന്നത്. അത് ആസക്തികളുടെ പ്രേമമാണ് വന്നിരിക്കുന്നത്. കാമനും രതിയും എന്ന് വെച്ചാൽ കർമ്മ ആണെന്ന് പറയാം. ഇവിടെ ഫിസിക്കൽ അട്രാക്ഷനാണ് കൂടുതൽ. കാമനി എന്ന് പറഞ്ഞാൽ കാമമല്ലേ തരുന്നത്, അവിടെ പ്രണയം കുറവായിരിക്കും. അതാണ് ഇവിടെ സൈക്കും ഇറോസും പറയുന്നത്. എസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഇടകലർന്ന ബന്ധം തന്നെയാണ്. അപ്പോൾ കഴിയുന്നതും വിവാഹ ഇതര ബന്ധങ്ങളാണെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമല്ല ഞാനിവിടെ പറയുന്നത്, വിവാഹേതര ബന്ധങ്ങളോ അല്ലെങ്കിൽ സിംഗിൾസോ ആണെങ്കിൽ നിങ്ങളോട് കൂടുതലും സംസാരിക്കുന്നതിനേക്കാൾ താല്പര്യം നിങ്ങൾ അടുത്തിരിക്കുകയാണെങ്കിൽ ബാഡ് ടച്ചിനാണ് താല്പര്യം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇരിക്കുകയാണ്, 2 മുറികളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ അവർ സംസാരിക്കുന്നത്, അതിന് മാത്രമാണ് താല്പര്യം. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന വിഡ്ഢി വിചാരിക്കുകയാണ്, സ്ത്രീയാണെങ്കിൽ അതൊരു വിഡ്ഢിയാണല്ലോ. അതുകൊണ്ട് വിചാരിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ ശരീരം ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ എടുക്കുക, മനസ്സിലായില്ലേ? അതൊരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന, അല്ലെങ്കിൽ എല്ലാ ജന്തുക്കൾക്കും ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ആ ഒരു അടുപ്പം, അതിന് നമ്മൾ ഒരിക്കലും പ്രണയം എന്ന പേരിട്ട് വിളിക്കാതിരിക്കുക. കാമദേവൻ അമ്പുമായിട്ട് രാധാകൃഷ്ണന്മാരുടെ കൂടെ എത്രയോ കാലം നടന്നു എന്ന് പറയുന്നത്, ഗോപികമാരുടെയൊക്കെ കൂടെ. ഈ കണ്ണനെ ഒന്ന് അമ്പ് ചെയ്തിട്ട് വേണം അയാൾ ഫിസിക്കൽ ബന്ധമുണ്ടോ ഈ ഗോപികമാരോടൊപ്പം എന്നൊന്ന് അറിഞ്ഞിട്ട് വേണം ഇയാളെന്ന്
സാധാരണക്കാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ എന്നും പറഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണു ആണ് കണ്ണൻ അല്ലേ? മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൻ്റെ ആളാണ്. ഒരിക്കലും അദ്ദേഹത്തിന് ഒരു സെക്ഷൽ താല്പര്യം സ്ത്രീകളോട് തോന്നില്ല. അതിനുവേണ്ടിയല്ല പെണ്ണുങ്ങളെ പ്രണയിക്കുന്നത്. ആ അവതാരമാണ് കണ്ണൻ. അപ്പം നിങ്ങളൊക്കെ കേൾക്കുന്നത് പോലെ കണ്ണൻ എന്ന് പറഞ്ഞാൽ കാമലീലകൾ ആടാനുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഈ ഗോപികമാരും രാധയൊക്കെ അങ്ങനെ ഇയാളെ രാത്രി പുല്ലാങ്കുഴൽ വിളിക്കുന്നു, അത് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, പ്രണയിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കാമദേവൻ ഇങ്ങനെ അമ്പുമായിട്ട് ചുറ്റി കറങ്ങുന്നു. അതിൻ്റെ കുറേ കറങ്ങിയപ്പോൾ കാമദേവൻ മന്മഥൻ വന്ന് ചോദിക്കുകയാണ്, ഭഗവാനെ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും അവരോടൊരു ബാഡ് ടച്ച്, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു കാമ വിചാരം തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, പ്രണയം എന്ന് പറഞ്ഞാൽ കാമല്ല, അത് തെറ്റായ ധാരണയാണ്. പ്രണയം വേറെയാണ്, അത് ദിവ്യമാണ്, അതിൽ കാമം കലരുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി കാമദേവൻ തോറ്റ് കാലിൽ വീണ് മാപ്പപേക്ഷിച്ച് മാറിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണന് ഗോപികമാരോടുള്ളത് കാമമല്ല, അങ്ങനെ വിചാരിക്കരുത്. രാധയുടെ കണ്ണനുള്ളത് ഫിസിക്കൽ അട്രാക്ഷൻ അല്ല. ഇവിടെ വന്നിരിക്കുന്നത് അതിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഡെവിളാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയുടെ പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് തന്നെ നിങ്ങളോടുള്ളത് നേരായ ചിന്ത അത് മാത്രമായിരിക്കാം, ലവ് ആയിരിക്കില്ല, ലസ്റ്റ് ആയിരിക്കാം എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും എനിക്കറിയാം, എൻ്റെ റീഡിങ് കാണുന്നവരെങ്കിലും യഥാർത്ഥ പ്രണയമുള്ളവരായിരിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആരും എൻ്റെ റീഡിങ് കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവരും പ്രണയത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ്, അതെനിക്കറിയാം. അപ്പോൾ നമുക്കിനി നെഗറ്റീവ് മെസ്സേജ് പറഞ്ഞാലോ. ഡെവിളാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ മിസ്യൂസ് ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ 2 ബന്ധമെങ്കിലും വേറെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതുപോലത്തെ 2 വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ പണ്ടൊരാൾ, അതുപോലെയാണ്. വേറെ 2 വേറെ ഉണ്ട്. ഇനി 5 സോട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ആർഗ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എന്നാണ്. 7 കപ്പും ഓപ്ഷനുകളെ കുറിച്ചാണ് പറയുന്നത്. ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, വ്യസനമാണ്. അടിത്തറ ഇളകിയ ഭസ്മക്കൊട്ടയാണ് നമ്മൾ ടവറിൽ കണ്ടത്. കിങ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു വിവാഹിതരായിരിക്കാം. എംപ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായി ഫിസിക്കൽ ബന്ധം. എംപ്രസിൻ്റെ മീനിങ്ങും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 2 ദിവസം മുമ്പായിട്ട് പറഞ്ഞിരുന്നു, ഓർമ്മയില്ല. എന്തായാലും അതും സെക്ഷൽ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. 6 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മകൾ മാത്രമായി. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർമ്മകളുമായി കഥനത്തിൻ്റെ ഭസ്മക്കൊട്ടയുമായി കണ്ണിൽ പുഷ്പങ്ങൾ വിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരാളെ അങ്ങ് കണ്ടു, പരിചയപ്പെട്ടു, അതോടുകൂടി നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്, എപ്പോഴും നിങ്ങളുടെ ശരീരവർണ്ണനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, അയാളൊരു കാമഭ്രാന്തനാണെന്ന് മാത്രം. അല്ലാതെ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, അതിൽ പ്രണയമില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണ്. മറ്റൊരാളെ കണ്ടാൽ അയാൾ ഇതുപോലെ തന്നെ സംസാരിക്കുക, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കാമം എന്താണ്, പ്രണയം എന്താണെന്നുള്ള ആ വേർതിരിവ് ഞാനിവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് പേര് ഈ ടാരോ റീഡിങ് കാണുന്നത് എന്നെ എൻ്റെ പങ്കാളി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ്. നിങ്ങളുടെ ശരീരം കാണാൻ അവർ വ്യഗ്രത കാണിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു അഡിക്ഷനെ കുറിച്ചാണ്. അല്ല, അവർക്ക് എല്ലാവരോടും തോന്നുന്ന ഒരു ഫീലിംഗ് മാത്രമേ നിങ്ങളോടും തോന്നുന്നുള്ളൂ. മാറി മാറി ഉപയോഗിക്കുമ്പോൾ പല ശരീരങ്ങൾ കാണുന്നത് ചിലർക്കൊരു ഹരമായിരിക്കാം. അപ്പോൾ ദയവായിട്ട് ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സിലേക്കോ നിങ്ങളുടെ ലൈഫിലേക്കോ ആരും ഒളിഞ്ഞു നോക്കാൻ വരുന്നില്ല, അത് തിരിച്ചറിയേണ്ട വ്യക്തി നിങ്ങളാണ്. ചില ആളുകൾ ഇതൊക്കെ ഫോട്ടോ എടുത്ത് പബ്ലിക്കായി ഇടും, മനസ്സിലാക്കുക. അപ്പോൾ വല്ല പോൺ സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കാണും. അതിനുള്ള ഇടയൊന്നും സ്ത്രീകൾ കൊടുക്കാതിരിക്കുക, പെൺകുട്ടികൾ കൊടുക്കാതിരിക്കുക. നിങ്ങളോട് ഫിസിക്കലായൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചാൽ അത് ഏറ്റവും ഹീനമായൊരു ആഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇന്ന് ഡെവിലിലൂടെ നിങ്ങൾക്ക് പ്രപഞ്ചം പറഞ്ഞു തരുന്നത്. പല ആളുകളും ഇത്തരം ബന്ധങ്ങളിൽ പെടുന്നുണ്ടാവാം. കാരണം ഇത് എന്നോടുള്ള അട്രാക്ഷൻ, അഡിക്ഷൻ, സ്നേഹം എന്നൊക്കെയാണ് നിങ്ങൾ ധരിക്കുന്നത് എങ്കിൽ അതൊരു വളരെ തരം താണ ഫീലിംഗ് മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളോടുള്ളത് പ്രണയമായിരിക്കണം. അതെന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഥനത്തിൻ്റെ ഭസ്മക്കൊട്ട ഉള്ളിൽ ചുമക്കുന്നവർ, അവർക്ക് സങ്കടം വരും, വാക്കുകൾ ഇടറും. അത് നിങ്ങളുടെ ശരീരം കാണാഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഒരു മെസ്സേജ് കിട്ടാതെ, നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാതെ, നിങ്ങളെ കാണാതെ,
നിങ്ങൾ എന്ന വ്യക്തിയിൽ അവർ അത്രമാത്രം അഡിക്റ്റ് ആവുന്നത് ആത്മാവിലാണ്. അതാണ് പ്രണയം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ മനസ്സിനെ നഷ്ടമാകുമ്പോൾ അവർ വേദനിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ശരീരം നഷ്ടമാകുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന ഡെവിൾ വന്നതോടുകൂടി എനിക്കത് കുറച്ച് പറയാതെ വയ്യ എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. പല ആളുകളും, സ്ത്രീകളും ചിന്തിക്കുന്നത് എൻ്റെ ശരീരം ആവശ്യപ്പെടുന്നത് എന്നോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണെന്നാണ്. ആ വാക്കൊന്ന് വിട്ട് കാമം എന്ന് അവിടെ എഴുതി ചേർക്ക്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഡെവിളിനും പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. നിങ്ങൾക്ക് ലവ് സ്പെല്ലോ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നില്ല, എന്തെങ്കിലുമൊക്കെ തടസ്സമാണെങ്കിൽ അതിന് പരിഹാരമോ മന്ത്രങ്ങളോ പൂജകളോ ലവ് സ്പെല്ലോ, ഇനി ബർത്ത് സ്റ്റോൺ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ അതോ ഒക്കെ പറഞ്ഞു തരാം. നിങ്ങൾ വരിക. ബ്ലാക്ക് മാജിക്ക്, കരിയർ, ഹെൽത്ത്, ഫിനാൻസ്, എന്ത് വേണമെങ്കിൽ പരിഹാരം ഇവിടെ ഇഷ്ടമാതിരിയുണ്ട്. പറഞ്ഞു തരണമെങ്കിൽ ഇനി അതിൻ്റെ ഫീസ് ഇതൊക്കെ ഞാൻ 2 മെസ്സേജിന് ശേഷം പറയും. അതുവരെ കേൾക്കുക. അവസാനം വരെ മെസ്സേജ് എടുക്കുന്നുണ്ട്. ഒരാൾ ഇത്തിരി നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പലരും അങ്ങനെയാണെന്ന് പറയാതിരിക്കാനും വയ്യ. വെറും ശരീരദാഹം കൊണ്ട് മാത്രമാണ് പ്രണയം എന്ന പേരിൽ സ്ത്രീകൾ വഞ്ചിതരാവുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് വരുമെന്നാണ് ആഞ്ജനേയൻ പറയുന്നത്. സീതയ്ക്ക് മെസ്സേജ് കൊണ്ടേ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് മെസ്സേജ് വരും എന്ന ക്യാപ്ഷൻ ഞാനിടും കേട്ടോ. ഓർമ്മകളുമായിട്ട് 6 കപ്പും രാധയും വന്നിട്ടുണ്ട്. രാധയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. കണ്ണനും രാധയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സമാഗമം ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഞാനിവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് നെഗറ്റീവായ മെസ്സേജ് കിട്ടുമ്പോൾ അത് തന്നെ തുറന്ന് പറയുന്നത് കൊണ്ട് പലർക്കും ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ 10 വാണ്ട് വന്നാലോ ടവർ വന്നാലോ ഡെവിൾ വന്നാലോ ഒക്കെ നിങ്ങളുടെ പങ്കാളി മുന്നോട്ട് പോവും. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് വരും ഇങ്ങനെ പറഞ്ഞ് ഊറുപാടി അത് കേട്ട് സുഖിച്ച് രസിച്ച് സ്വയം പതഞ്ഞു പൊങ്ങി അല്ലേ ആനന്ദത്തിൽ ആറാടിയിരിക്കുന്നതാണോ രസം? അതോ ആ വ്യക്തിക്ക് നിങ്ങളോട് കാമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കേൾക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക എന്ന് എനിക്ക് കോമൺ സെൻസ് ഉള്ളത് കാരണം ഇവിടെ ആൾ വന്നില്ല, കണ്ടില്ല, അങ്ങനെയുള്ള പരിഭവമൊന്നുമില്ല. പക്ഷെ കേൾക്കുന്നവർ ഓരോരോ ആപത്തിൽ ചെന്ന് ചാടാതിരിക്കും എൻ്റെ റീഡിങ് കാണുമ്പോൾ എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ സ്ത്രീകളിൽ അമിത ആർത്തവം വന്നിട്ടുണ്ട്, ഗർഭാശയ അണ്ഡാശയസ്തന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്, കുടൽ രോഗങ്ങൾ വന്നിട്ടുണ്ട്, ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്, കടുത്ത തലവേദന വന്നിട്ടുണ്ട്, മാനസിക പ്രശ്നങ്ങൾ, വിഷാദരോഗമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അസുഖമായി വന്നിരിക്കുന്നത്. ഇനി ജോലി, എഴുത്തുകാരെ, പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്, കലാകാരന്മാർ വന്നിട്ടുണ്ട്, ബ്യൂട്ടി രംഗം വന്നിട്ടുണ്ട്, മോഡലിംഗ് വന്നിട്ടുണ്ട്, ഇനി IT മേഖല വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. ഇനി പൊതുവായ കാര്യങ്ങൾ വിവാഹനിശ്ചയം, വിവാഹം പറയുന്നുണ്ട്, ഒരു മെസ്സേജ് വരും എന്ന് പറയുന്നുണ്ട്, ഭൂമി, വസ്തു, വാഹനമൊക്കെ വാങ്ങാനുള്ള യോഗം പറയുന്നുണ്ട്, ചില ട്രാപ്പുകളിൽ വീഴാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്, അഗ്നിഭയം പറയുന്നുണ്ട്, തീപിടുത്തുമ്പോഴുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇനി ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. നിങ്ങളോടുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് കാമമാണോ പ്രേമമാണോ എന്നുള്ളത് വേർതിരിച്ച് പറഞ്ഞു തരും. അത് സത്യസന്ധമായിട്ട് പറഞ്ഞു തരും. അതിന് വേണമെങ്കിൽ സമീപിക്കുക. അപ്പോൾ 1000 രൂപ അടച്ചിട്ട് ഒരു 2-3 പേരുടെ കാര്യമൊന്നും ചോദിക്കാൻ പറ്റില്ല. പ്രണയിക്കുന്ന ആളുടെ കാര്യം മാത്രമേ ചോദിക്കാൻ പാടൂ. പരിഹാരം വേണമെങ്കിൽ അതിനൊരു 500 രൂപ അധികം അടയ്ക്കുക. ഞാൻ കഴിഞ്ഞ കൊല്ലം റീഡിംഗ് എടുത്തു, അപ്പോൾ ഇന്ന് പരിഹാരം പറഞ്ഞതാ എന്ന് പറഞ്ഞ് വരാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് വേണ്ടവർ മാത്രം വരിക. ഞാൻ ഡീറ്റെയിൽ തരുന്നു, നിങ്ങൾ ക്യാഷ് അടയ്ക്കുന്നു, അതിനുശേഷം നിങ്ങളുടെ കാര്യം പറയുന്നു. അതിനുവേണ്ടി ഞാൻ വാട്സപ്പിൽ കോൾ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഇത് കേട്ടിട്ട് ഇനി ജനിച്ച കാലം മുതലുള്ള കഥ പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയേണ്ട വിഷയത്തിൻ്റെ ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറയുക. ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിങ് തരും. വേണമെങ്കിൽ സമീപിക്കുക. ഇവിടെ ഓപ്പണായി പറയുന്നു, ആരെയും പതപ്പിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് റീഡിങ്ങിന് വന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ നിങ്ങൾ ക്യാഷ് അടയ്ക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി സോപ്പിട്ട് കളയുക എന്നൊന്നും വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആ അമ്മായി വന്നിട്ട് ഞാൻ നശിച്ചു പോകുന്നോ അല്ലെങ്കിൽ ഞാൻ എന്നെ പ്രാഗിക്കൊല്ലുന്നൊക്കെ പറഞ്ഞത്. സത്യം പറയുകൊണ്ടാണല്ലോ. സത്യം ചിലർക്ക് ദഹിക്കില്ല.
അതൊക്കെയാണ് ഇതിൻ്റെ വൈരുദ്ധ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം. ഹീലിംഗ് ഫാമിലി ഇഷ്യൂ എന്ന് പറയുന്നത്, ലെറ്റ് ഗോ കൺട്രോൾ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കാണ്? നിങ്ങൾക്ക് അവരോടാണോ അവർക്ക് നിങ്ങളോടാണോ? ഗീവ് മീ എ ചാൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസെപ്ഷൻ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ ഇഷ്യൂ ഉള്ളവരുണ്ട്, ഫാമിലിയിൽ പ്രശ്നമുള്ളവരുണ്ട്, ഒരു ചാൻസും കൂടി വേണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്, ഡിസെപ്ഷൻ നടത്തുന്നവരുമുണ്ട്, വഞ്ചിക്കുന്നവരുമുണ്ട്. ഫൊർഗീവ് ഇതും കൂടി എടുത്ത ശേഷം നമുക്ക് പറയാം കേട്ടോ. ഫൊർഗീവാണ്. ടിൻ ഫ്ലെയിം അതാണ് സജിറ്റേറിയസ് പറഞ്ഞത്. സുഹൃത്ത് മാത്രമായവരും ഉണ്ട്. ഇതിൽ റിപ്പീറ്റായി വന്നിട്ടുള്ളത് എഫ് വന്നിട്ടുണ്ട് അല്ലേ, 5 എന്നും ഫൊർഗീവ് എന്നും വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓൺലി അത് വന്നിട്ടുണ്ട്. ഇനി ടവറ്, ടിൻ ഫ്ലെയിം, ടി വന്നിട്ടുണ്ട്. സെപ്പറേഷൻ 6 കപ്പ് എസ് വന്നിട്ടുണ്ട്. മെമ്മറീസ് മെസ്സേജ് എം വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അക്ഷരങ്ങളുമായി വല്ല ബന്ധമുണ്ടോ നോക്കുക കേട്ടോ. ആണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ്. എന്തായാലും ഇവിടെ അനാരോഗ്യകരമായൊരു പ്രണയത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി അത്ര പെർഫെക്റ്റ് അല്ലാന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ സോപ്പിട്ട് പൊതിഞ്ഞ് വെച്ച് പറഞ്ഞാലും ഡെവിൾ വന്നതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു ഡെവിളിനെ ആവാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഡെവിൾ ഉണ്ടാവാം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു വഞ്ചനയായി മാറും. ചില ആളുകളുണ്ട് വെറും ടൈം പാസിന് വേണ്ടി മാത്രം പ്രണയിക്കുന്നവർ. ഇപ്പോൾ ആൺവേശികൾ രംഗത്ത് വന്നിട്ടുണ്ട്, അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ ഭർത്താവിൽ നിന്ന് സുഖം കിട്ടാത്തവരൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട് എന്ന സത്യമാണ് ചില ആളുകൾ പറഞ്ഞത്. അതുപോലെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പരിചയപ്പെടുന്നവർക്ക് പിന്നെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. വെറുതെ ഒരു ടൈം പാസ്സായിട്ട് അവനവന് ഇഷ്ടപ്പെട്ട ഒരാളെ ഫിസിക്കൽ താല്പര്യത്തിന് വേണ്ടി മാത്രം സ്ത്രീകളും സമീപിക്കുന്നുണ്ട് കേട്ടോ, പുരുഷന്മാർ മാത്രമല്ല. അതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പം സത്യങ്ങൾക്ക് നേരെ കൊഞ്ചനം കുത്തിയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതുപോലെയാണോ നിങ്ങളുടെ പ്രണയം? സോറി, അതിനെ നമ്മൾ പ്രണയം എന്ന് വിളിക്കില്ല, കാമം എന്ന് മാത്രമേ വിളിക്കുള്ളൂ. അതോ നിങ്ങൾ ആത്മാവ് ഉരുകി കാത്തിരിക്കുകയാണോ? കഥനത്തിൻ്റെ ഭസ്മക്കൊട്ടിയും ചുമന്ന് കണ്ണുനീർ പുഷ്പങ്ങളുമായിട്ട് കാത്തിരിക്കുകയാണോ? ഈ രണ്ടിനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അതാണ് പറയാനുള്ളൂ. അപ്പോൾ ടൈം പാസ്സാണോ അതോ ആത്മാവ് അർപ്പിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുകയാണോ? അതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ. എല്ലാവരുടെ കൂടിയും ഭഗവാൻ ഉണ്ടാവട്ടെ. ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.